ഹായ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കിന്റെ മൊഡ്യൂൾ 4 ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ കുറച്ച് പോർഷൻ ആണ്. ICDS കാവൽ പ്ലസ് ആൻഡ് പോഷൻ അഭിയാൻ. അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നേക്കാൾ മുന്നായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ സ്കീമുകൾ അല്ലെങ്കിൽ പ്രോജക്ട്സ് പ്രോഗ്രാംസ് ഒക്കെ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് അത് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഏതൊരു മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ അത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രീനെ എല്ലാവരും ഇപ്പം മലയാളത്തിലാണെങ്കിലും പറയുന്നുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തെറ്റായിട്ട് പറയുന്ന നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് ഓർക്കുക, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ മിനിസ്ട്രിയിലാണ് ഈ പറയുന്ന എല്ലാ സ്കീമുകളും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പം എന്നാണ് ഈ ഒരു മിനിസ്ട്രി വന്നതെന്ന് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മിനിസ്ട്രി അങ്ങനെ റീനെയിം ചെയ്ത് വന്നിട്ടുള്ളത് 30th January 2006 അതിനു മുന്നേ ഈ പറയുന്ന വുമൺ റിലേറ്റഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ റിലേറ്റഡ് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് ഉള്ള ഒരു സെഷനായിട്ട് ഇത് പോകാം. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഏത് മിനിസ്ട്രിയിലാണ്, അല്ലെങ്കിൽ ഇന്ന സ്കീംസ് ഒക്കെ ഏത് മിനിസ്ട്രിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. അത് ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ആയിട്ട് വന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 30th January 2006 1985 മുതൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയിലായിരുന്നു എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഇപ്പൊ ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മിനിസ്റ്റർ ആരാന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രീമതി അന്നപൂർണ ദേവിയാണ് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഹെഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അതൊരു സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2017 മുതലാണ്. അതിനു മുന്നേ വരെ അത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമൂഹ്യ നീതി വകുപ്പിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ആയിട്ട് അത് വന്നത് 2017 ഓർക്കുക. ഓക്കെ, ദെൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡിന്റെ മിനിസ്റ്റർ ആരാണ്, അല്ലെങ്കിൽ കേരളത്തില് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമതി വീണ ജോർജ് ആണ്. ആ നെയിം നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഓർക്കാനായിട്ട് കുറച്ചും കൂടി പല ആക്ടിവിറ്റീസും നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കൊണ്ടും നമുക്ക് കുറച്ച് അറിയുന്ന ഒരു ഫിഗർ, ഒരു പ്രോമിനന്റ് ആയിട്ട് ഉള്ള ഒരു ഫിഗറാണ് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പൊ കുറച്ചും കൂടി ഒരു മിഷൻ മോഡിലാണ് നടക്കുന്നത്. മിഷൻ മീൻസ് എന്താ പറയാ സ്കീംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇന്ന ടൈമില് അത് ഇങ്ങനെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കറക്റ്റ് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ തീരും, ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡിന്റെ കീഴിൽ ഇപ്പൊ 3 മിഷൻ ആയിട്ടാണ് പ്രവർത്തനങ്ങൾ ഫുൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ മിഷൻ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0, മിഷൻ ശക്തി ആൻഡ് മിഷൻ വാത്സല്യ. മിഷൻ സെക്ഷൻ അംഗൻവാടി ആൻഡ് പോഷൻ 2.0 എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ICDS, അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന പോഷൻ അഭിയാൻ, പിന്നെ സാഗ് എന്ന് പറഞ്ഞിട്ട് അഡോൾസെന്റ് ഗേൾസിന് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഇതാണ് അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ. ഇനി മിഷൻ ശക്തി നോക്കിക്കഴിഞ്ഞാൽ അത് വുമൺ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് സർവീസസ് എല്ലാം വരുന്നത് മിഷൻ ശക്തിയുടെ കീഴിലാണ്. അതിൽ തന്നെ സമ്പൽ സമർത്ഥ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരം ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ മിഷൻ വാത്സല്യയിലാണ്
ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നടന്നു പോകുന്നത്. അപ്പം ഈ 3 മിഷന്റെ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, മിഷൻ സക്ഷൻ അംഗൻവാടി അല്ലെങ്കിൽ പോഷൻ 2.0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ സപ്പോർട്ട് പ്രോഗ്രാം ആണ്. നമ്മുടെ എന്താ പറയാ, നാഷണൽ ഹെൽത്ത് സർവേ ഒക്കെ എടുക്കുമ്പോഴേക്കും ഇന്ത്യയിൽ ഇപ്പോഴും മാൽ ന്യൂട്രീഷൻ ഒക്കെ ഇൻ ചിൽഡ്രൻ, അതുപോലെ തന്നെ അഡോൾസെന്റ് ഗേൾസ്, പ്രഗ്നന്റ് വിമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഒത്തിരിയായിട്ട് നിലനിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് മിഷൻ സക്ഷം അംഗൻവാടി അല്ലെങ്കിൽ പോഷൻ 2.0 വന്നിട്ടുള്ളത്. അതുവഴി ഈ ഒരു മാൽന്യൂട്രീഷൻ അഡ്രസ് ചെയ്യപ്പെടുക എന്ന് മാത്രമല്ല, അതുവഴി നല്ലൊരു ഹെൽത്ത്, അതുപോലെ തന്നെ നല്ല വെൽനെസ്, ഡിസീസസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് മിഷൻ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 നടക്കുന്നത്. ഈ ഒരു മിഷൻ മോഡിലേക്ക് കാര്യങ്ങൾ മാറിയത് ആക്ച്വലി ഫിനാൻഷ്യൽ ഇയർ 2021-22 ഈ ഒരു മിഷൻ മോഡലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 3 കോമ്പണൻസ് ആണെന്ന് പറഞ്ഞു. ഈ മിഷൻ പോഷൻ 2.0 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അംഗൻവാടി സർവീസസ്, ദെൻ പോഷൻ അഭിയാൻ, ദെൻ സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ്, സാഗ് എന്ന് നമ്മൾ ഷോർട്ടിലായിട്ട് പറയും. അപ്പം ഈ അംഗൻവാടി സർവീസസ് ആണ് നമുക്കുള്ള ICDS എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് വൺ, അംഗൻവാടി സർവീസസ്. അംഗൻവാടി സർവീസസിനെ തന്നെയാണ് ICDS എന്ന് പറയുന്നത്. അപ്പം ICDSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്നാണ്. അപ്പം ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് ഫുൾ ഫോം ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ലാസ്റ്റത്തെ സർവീസസിൽ ഒരു പ്രശ്നം വരാറുണ്ട്. ചിലവര് സർവീസസ് എന്നുള്ളത് S എന്നുള്ള സ്ഥാനത്ത് സ്കീം എന്നുകൂടി പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിങ്ങനെ ആലോചിക്കുക, ICDS സ്കീമാണ്. അപ്പം ICDS കഴിഞ്ഞിട്ടാണ് ICDS എന്ന് പറയുന്നത് ഓവറോൾ ഒരു സ്കീമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്കീം അതെന്ന് പറയണില്ലേ, ലോകത്തിലെ തന്നെ അത്രയധികം എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റിന് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇല്ല. ലോകത്തിൽ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് പ്രോഗ്രാം ആണ് ICDS എന്ന് പറയുന്നത്. അപ്പം കറണ്ട് നെയിം ഓഫ് ICDS എന്താണെന്ന് ചോദിച്ചാൽ അംഗൻവാടി സർവീസസ് എന്ന് പറയാം, നമുക്ക് പറയാൻ പറ്റും. അപ്പം ICDS കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? October 2nd, 1975 October 2nd, 1975. അപ്പം October 2nd നമുക്കറിയാം ഒരു ഗാന്ധി ജയന്തിയാണ്, ഗാന്ധി ജയന്തിയാണ് എന്ന് നമുക്കറിയാം. അപ്പം ആ ഒരു ഡേറ്റിലാണ് ICDS നിലവിൽ വന്നത്. അത് എവിടെയാണ് വന്നത്? മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ICDS പ്രോജക്റ്റ് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നിലവിൽ വന്നത്. അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ് ICDS എന്ന് പറയുന്നത്. അപ്പൊ 20 പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അംഗൻവാടി എന്ന് പറഞ്ഞ അംഗൻവാടി അല്ലെങ്കിൽ അംഗൻവാടി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? കോർട്ട്യാർഡ് ഷെൽട്ടേഴ്സ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ അംഗൻവാടിയുടെ കീഴിനകത്ത് ബെനിഫിഷ്യറീസ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്? ഇപ്പം നമ്മളാണെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആകുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ആളുകളുടെ മേഖലയിലാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് നോക്കാം. ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years, ദെൻ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതുപോലെ തന്നെ വുമൺ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഓഫ് 15 to 45 years, അഡോളസെന്റ് ഗേൾസ്. അപ്പോൾ പ്രോമിനന്റ് ആയിട്ട് കുറച്ചും കൂടി ഇപ്പോൾ
ഇതിനെ പറ്റിയൊന്നും അധികം അറിയാത്തവരാണെങ്കിൽ നമുക്ക് ആകെ കൂടി ഗസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന 0 to 6 years ചിൽഡ്രൻ, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ആയിരിക്കും. പക്ഷെ എന്താ പറയാ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അതുപോലെ തന്നെ അഡോളസെന്റ് ആയിട്ടുള്ള ഗേൾസിനും ഉള്ള പ്രവർത്തനങ്ങൾ അംഗൻവാടി വഴി അല്ലെങ്കിൽ ICDS വഴി നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം 4 കൈൻഡ് ഓഫ് ആളുകളാണ്: 0 to 6 years, പ്രഗ്നന്റ് വിമന്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകള്, ദെൻ അഡോൾസെന്റ് ഗേൾസ്. 4 കൈൻഡ് ഓഫ് ബെനഫിഷ്യറീസ് ആണ് ഉള്ളത്. ദെൻ എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് സ്കീം വഴി നടപ്പിലാക്കുന്നത്? 6 തരം സർവീസസ് ആണ് ഈ ഒരു ICDS പ്രൊജക്ട് വഴി അല്ലെങ്കിൽ ICDS സ്കീം വഴി നടപ്പിലാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ന്യൂട്രീഷൻ, ദെൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് റെഫറൽ സർവീസസ്. ഈ 6 സർവീസുകളാണ് അംഗൻവാടി സ്കീം വഴി നമ്മൾ കൊടുത്തു പോരുന്നത്. അതിൽ 3 അതായത് ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ്, റെഫറൽ സർവീസസ്, ഇതെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നടന്നു പോരുന്നത്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അംഗൻവാടി വഴി പലതരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, കുക്ക്ഡ് ഫുഡ് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഇപ്പം അമൃതം ന്യൂട്രിമിക്സ് ഒക്കെ അംഗൻവാടി വഴി സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പാല്, മുട്ട, പിന്നെ അംഗൻവാടി പോയി കഴിയുമ്പോൾ കുട്ടികളൊന്നും ഒരു ഫുഡും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലെ, അവരുടെ ആ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അംഗൻവാടിയിൽ നമ്മൾ 3 to 6 yearsലുള്ള കുട്ടികളെ നമ്മൾ അംഗൻവാടിയിൽ പറഞ്ഞയക്കാറുണ്ട്. അപ്പം അവര് ഒരു സ്കൂളിംഗ് ഏജിലേക്കുള്ള ഒരു എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ നോൺ ഫോമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് നടക്കുക. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആണ് നടക്കുന്നത്. കുട്ടികളുടെ എന്താണ് ഇതുപോലുള്ള പ്ലേ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അംഗൻവാടിയിൽ മെയിൻലി നടക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ രീതിയിലുള്ള ക്ലാസ്സസ്, എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സസ്, അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം അംഗൻവാടി വഴി നടക്കുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, കുട്ടികൾക്ക് കുത്തിവെപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റമിൻ A കൊടുക്കുന്നത്, അതൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് നടക്കാറുണ്ട്. പിന്നെ റെഫറൽ, ഇപ്പം കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അവർക്ക് ഇപ്പം ചില കാര്യങ്ങളൊന്നും അംഗൻവാടി വഴി മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർ, CDPO അവർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം മൈൽ സ്റ്റോൺസ്, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറ്റൈൻ ചെയ്യുന്നില്ല കുട്ടികൾ, ഇന്ന ഏജിൽ അറ്റൈൻ ചെയ്യുന്നില്ല. അപ്പം അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതർ ഡോക്ടേഴ്സിന്, ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയും എന്താണ് ഒത്തിരി ആക്ടിവിറ്റീസ് അംഗൻവാടി വഴി നടക്കുന്നുണ്ട്. ഇപ്പം മെയിൻലി നമ്മുടെ LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ട് കൊലാബറേറ്റ് ചെയ്ത് കൺവേർജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൺവേർജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ജാഗ്രതാ സമിതികളൊക്കെ ഉണ്ട്. ഇപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ലെവലില് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അംഗൻവാടി വഴി നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ബോധ്യത്തിൽ വെക്കുക. പിന്നെ പലതരത്തിലുള്ള സ്കീമുകൾ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ആശ്വാസനിധി, പടവുകൾ, മംഗല്യ, അഭയകിരണം, സഹായഹസ്തം, അങ്ങനെ പറഞ്ഞിട്ട് പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അംഗൻവാടി വഴി അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർ വഴിയാണ് ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ പറയുന്ന, ഇപ്പൊ ഈ സ്കൂളിൽ പറയുന്നത് തന്നെയാണ്,
ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവന്റ്സുകൾ നടക്കാറുണ്ട്. അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സുകൾ എന്താ അഡോൾസെന്റ് ഗേൾസിനായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമന്, ലാക്ടേറ്റിംഗ് മദേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, നമുക്ക് ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആയിക്കോട്ടെ എല്ലാം പറയുന്ന അതിന്റെ ഇമ്പോർട്ടൻസ് 2 years ആൻഡ് ബിയോണ്ട് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും നാളത്തേക്ക് അംഗൻവാടിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 6 months വരെയുള്ള അമ്മമാരുടെ കാര്യങ്ങളാണ്, നഴ്സിംഗ് മദേഴ്സിന്റെ കാര്യങ്ങളാണ് അംഗൻവാടി വഴി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അംഗൻവാടി ICDS വഴി തന്നെയാണ് നമ്മൾ എന്താണ് PM പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറഞ്ഞിട്ടുള്ള PMMVY എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം വഴി എന്താണ് മോണിറ്ററി ബെനിഫിറ്റ്, ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. 5000 രൂപ നമ്മൾ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനും, അതുപോലെ തന്നെ ഇപ്പം അതിന്റെ 2.0 വേർഷൻ വന്നിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് അംഗൻവാടി സർവീസസ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ദെൻ ഫീഡിങ് ആൻഡ് ന്യൂട്രീഷൻ നോംസ് പറയുന്നുണ്ട്. അത് റിവൈസ് ചെയ്തതാണ്, ഇപ്പൊ ഈ അടുത്ത് റിവൈസ് ചെയ്തിട്ടുള്ളൂ. അതിൽ പറയുന്നത് നോക്കിക്കേ, 6 months to 3 years ആണെങ്കിൽ അവർക്ക് എത്ര എനർജി വേണം, എത്ര കാലോറീസ് വേണം, പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ എന്ത് ഐറ്റം ആണ് കൊടുക്കുന്നത്, എത്ര രൂപയുടെ സാധനമാണ് ഒരു ദിവസം കൊടുക്കുന്നത് എന്നുള്ള ഒരു ചാർട്ടാണുള്ളത്. ഞാനിത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അധികം, നിങ്ങൾ ഇത് നോക്കി വെക്കുക. ഈ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള 6 months to 3 years എത്ര കാലറീസ് ആണ് വേണ്ടത്, അപ്പൊ 500 കാലറീസ് ആണ്. എത്ര പ്രോട്ടീൻ ആണ് വേണ്ടത്, 12 to 15 ആണ്. അവർക്ക് എന്ത് തരം കാര്യങ്ങളാണ് കൊടുക്കുന്നത്, അപ്പൊ അമൃത ന്യൂട്രി മിക്സ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇത് നോക്കിയിട്ട് ജസ്റ്റ് പഠിച്ചു വെക്കുക. 3 to 6 years കുക്ക്ഡ് ഫുഡ് ആണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, ആ 3 to 6 years ആണ് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്ന കുട്ടികൾ അംഗൻവാടിയിൽ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് കുക്ക്ഡ് മീൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിനും അഡോളസെന്റ് ഗേൾസിനും സിമിലർ ആണ് കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാറ്റഗറിക്കും കൂടി സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആർക്കാണ്, സിവിയർലി മാൽനറിഷ്ഡ് ചിൽഡ്രൻ. അവർക്ക് നോക്കിക്കേ 6 months to 6 years. കാരണം 0 to 6 എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ന്യൂട്രീഷണൽ നോംസ് ഒക്കെ കൊടുക്കുന്നത് ഇവർക്കാണ്. 0 years നമ്മൾ പറയുന്നത് കംപ്ലീറ്റ്ലി 0 to 6 months നമ്മൾ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 6 months മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സിവിയർലി മാൽനറിഷ്ഡ് എന്ന് പറയാച്ചാല് ഈ പ്രഗ്നന്റ് വുമനും സാധാരണ കുട്ടികളിനേക്കാളും പ്രഗ്നന്റ് വിമനിനേക്കാളും കൂടുതൽ കാലറീസും പ്രോട്ടീൻസും ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അത് ടേക്ക് ഹോം റേഷൻ ആയിട്ടാണ് കൊടുത്തുവിടുന്നത്. വീട്ടിലേക്കായിട്ട് തന്നെ അവർ കൊടുത്തുവിടുന്നുണ്ടാവും. അപ്പം ഈ ഒരു ന്യൂട്രീഷണൽ ആൻഡ് ഫീഡിങ് നോംസ് നിങ്ങളൊന്ന് ബൈഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഒബ്ജക്റ്റീവ്, ICDS എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇതേപോലെ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇതിന് മീൻസ് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളൊക്കെ നല്ല ഒരു ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ICDS അല്ലെങ്കിൽ അംഗൻവാടി സർവീസസ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ. അവിടെ എങ്ങനെയാണ് അംഗൻവാടിയിൽ പോകുമ്പോൾ കുട്ടികൾ ഈ തരത്തിലൊക്കെയല്ലേ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാം, മോർട്ടാലിറ്റി, മോർബിഡിറ്റി, മാൽന്യൂട്രീഷൻ ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് ആലോചിച്ച കിട്ടുന്ന കാര്യങ്ങളാണ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് മാൽന്യൂട്രീഷൻ. പക്ഷെ ഞാനിത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ആ ഒരു കളറിൽ ഇട്ടിരിക്കുന്നത്. കാരണം നമുക്കത് ഗസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ പക്ഷെ അത് ചോദിച്ചിട്ടുമുണ്ട്, അംഗൻവാടി സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണോ
സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. അപ്പൊ അതെ, കാരണം നമ്മളിപ്പം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് പറഞ്ഞല്ലോ അംഗൻവാടിയിൽ പോകുന്നത്. അപ്പൊ അവര് പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഒന്ന് ഇതായി വരുവാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് സ്കൂളിങ്ങിലേക്ക് കടക്കുമ്പോഴും ആ ഒരു കൊഴിഞ്ഞുപോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ എനർജറ്റിക് ആയിട്ട് സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ പലതരം ആക്ടിവിറ്റീസ്, ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പലതരം ആക്ടിവിറ്റീസ്, പ്രഗ്നന്റ് വിമന് വേണ്ടിയിട്ട് പലതരം സ്കീംസ്, പോളിസീസ്, ഇതൊക്കെ ആയിട്ട് കൺവേർജന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാപ്പബിലിറ്റി ഓഫ് മദർ, കുട്ടികളുടെയും അമ്മമാരുടെയും ഒക്കെ നോർമൽ ഹെൽത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ന്യൂട്രീഷണൽ നീഡ് മനസ്സിലാക്കിക്കാനും ഒക്കെ ഉള്ള പലതരം ക്ലാസ്സുകൾ, ന്യൂട്രീഷനും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പലതരം ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവന്റ്സ്, ഇപ്പം സീമന്ത സംഗമം, കുഞ്ഞൂണ്, അതുപോലെ തന്നെ ദമ്പതി സംഗമം, നിർമ്മല സംഗമം, വർണ്ണ സംഗമം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവന്റ്സ് കൂടിയിട്ട് നടക്കുന്നുണ്ട് അംഗൻവാടി വഴി. അപ്പൊ അതിന് എന്താണ് പ്രാപ്തരാക്കുക, കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കുക ഈ അമ്മമാർക്ക്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബെനിഫിഷ്യറീസ് മദേഴ്സ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ആ ഒരു ഫാമിലി ഫുള്ളായിട്ട് ഈ ഒരു കുട്ടീനെയും ഇതൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താ ഇരിക്കുക, അവർ അവെയർഡ് ആയിട്ടിരിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത് ICDSന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് പോഷൻ അഭിയാനാണ്. അപ്പൊ പോഷൻ അഭിയാന്റെ ഫുൾ ഫോം എന്താണ്? പോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോഷൻ അതൊരു ഫുൾ ആയിട്ടുണ്ട്, പിന്നെ അതിനൊരു എന്താ പറയാ ഒരു ഫുൾ ഫോം ഉണ്ടാകും എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ പോഷൻ അഭിയാന്റെ ഫുൾ ഫോം ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓവറാർക്കിംഗ് സ്കീം ഫോർ ഹോളിസ്റ്റിക് നറിഷ്മെന്റ് എന്നാണ് സ്കീമിന്റെ പേര്. അത് കൊണ്ടുവന്നത് ആരായിരുന്നു? ശ്രീ നരേന്ദ്രമോദിയാണ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ആ ഒരു സ്കീം കൊണ്ടുവന്നത്. ഒരു ഇന്റർനാഷണൽ വുമൻസ് ഡേയോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു സ്കീം വന്നത്. ഓക്കെ, അപ്പൊ അതെന്നാ വന്നിട്ടുള്ള ഇന്റർനാഷണൽ വുമൻസ് ഡേ നമുക്കറിയാം 8th മാർച്ച് ആണ്. മാർച്ച് 8, 2018. ആ 18ഉം ആ 8ഉം കൂടി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? അപ്പൊ 8th മാർച്ച് 2018 രാജസ്ഥാനിലുള്ള ജുൻജുനു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഫസ്റ്റ് ആയിട്ട് പോഷൻ അഭിയാൻ ലോഞ്ച് ആയത്. ഓക്കെ, ഈ പോഷൻ അഭിയാൻ എന്നുള്ള പേര് ഈ പറയുന്ന 2018 വന്നത്. പക്ഷെ നമ്മൾ ബ്രാക്കറ്റിൽ കണ്ടില്ലായിരുന്നു നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറഞ്ഞിട്ട്, അത് 2017 വന്നത്. അപ്പം ഈ ഒരു മിഷൻ മോഡിൽ പരിപാടി നടക്കുമ്പോൾ ഇത്രയും ഒരു ടൈമിനുള്ളിൽ തീരണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഈ ഒരു പ്രോഗ്രാം വന്നപ്പോഴേക്കും ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്ന 2022 ആകുമ്പോഴേക്കും ഇതിനൊരു എന്താ പറയാ കറക്റ്റ് ഒരു ടാർജറ്റിൽ റീച്ച് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് വന്നു? COVID-19 വന്നല്ലേ, അപ്പോഴേക്കും ഈ ഒരു ടാർജറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റിൽ ഇത് ഓൺഗോയിങ് ആയിട്ട് നടക്കുവാണ് പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഇവിടെയും സിമിലർ ആണ്, പക്ഷെ കുറച്ച് മാറ്റേ ഉള്ളൂ ബെനിഫിഷ്യറീസിന്റെ കാര്യത്തിൽ. 0 to 6 years ചിൽഡ്രൻ, പ്രഗ്നന്റ് വിമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതുപോലെ തന്നെ അഡോളസെന്റ് ഗേൾസിന് വേണ്ടിയിട്ടാണ്. അത് സ്പെസിഫിക്കലി പറയുന്നുണ്ട് 14 to 18 ഇയേഴ്സിലുള്ള ചില ഡിസ്ട്രിക്റ്റില്, അതായത് ചില സ്ഥലത്ത് വളരെ കുറവായിരിക്കും, മാൽനറിഷ്മെന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം അവിടെയുള്ള ഗേൾസിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവർക്കും ഈ ഒരു പ്രോഗ്രാം കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ, പ്രഗ്നന്റ് വുമൻ, lactating mothers and adolescent girls in 14 to 18 years old and in aspirational district and northeastern states ആണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്പോർട്ട് പ്രോഗ്രാം തന്നെയാണ്. പലതരം ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റീനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് കൂടുതലും പോഷൻ അഭിയാനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് സ്റ്റണ്ടിങ് കുറയ്ക്കാൻ. അപ്പം സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ്, അണ്ടർ വെയിറ്റ്, ഓവർ വെയിറ്റ്, ഒബിയസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളർച്ച മുരടിപ്പാണല്ലേ. ഒരു ഏജിൽ നമുക്ക് ഇത്ര ഹൈറ്റ് അറ്റൈൻ ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ ആ ഹൈറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നില്ല എങ്കിൽ അത് സ്റ്റണ്ടിങ് എന്നാണ് പറയുന്നത്.
വേസ്റ്റിംഗ് ആണെങ്കിൽ എന്താണ്, ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വണ്ണം ഇല്ല, തിന്നായിരിക്കും കുട്ടികൾ. ഓക്കെ, അപ്പം ആ ഒബ്വിയസ് നമുക്കറിയാം, ആവശ്യത്തിൽ കൂടുതൽ തടി വെക്കുന്ന ആ ഒരു ഓവർ വെയിറ്റ്, അതാണ് ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ. അണ്ടർ നറിഷ്ഡ് അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റിനേക്കാളും കുറവ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്റ്റണ്ടിങ്, അണ്ടർ ന്യൂട്രീഷൻ, അനീമിയ, ലോ ബർത്ത് വെയിറ്റ്. ലോ ബർത്ത് വെയിറ്റും നമുക്കറിയാം, നോർമൽ ആയിട്ടുള്ള ബർത്ത് വെയിറ്റ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഹോം സയൻസിന്റെ മൊഡ്യൂളിൽ നമുക്ക് ഇത് പഠിക്കാനുണ്ട്. ആക്ച്വലി ബർത്ത് വെയിറ്റ് എത്രയായിരിക്കണം? 2.5 കിലോ ആണ് അല്ലെ, 2.5 kg ആണ് വെയിറ്റ് ഉണ്ടാവേണ്ടത് ഒരു നോർമൽ ബേബി ഡെലിവറി ചെയ്യുമ്പോഴത്തേനും. അപ്പം ഇതിൽ അനീമിയ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിയേ, നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് 2% വീതമാണ്. പക്ഷെ അനീമിയയുടെ കേസിൽ അത് 3%. അപ്പൊ അത്രയധികം കൂടുതലായിരിക്കും. അപ്പൊ അനീമിക് ആണ് ആളുകള്, യങ് ചിൽഡ്രൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് ആൻഡ് പ്രഗ്നന്റ് വുമൻ ആയിക്കോട്ടെ, അഡോളസെന്റ് ഗേൾസ് ആയിക്കോട്ടെ, നമ്മൾ അനീമിക് ആണ്. സോ നമ്മൾ 3% റെഡ്യൂസ് ചെയ്യണം അനീമിയ. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് ഒരു ക്രിട്ടിക്കൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട് പോഷൻ അഭിയാനില്. അപ്പം ഇപ്പോ ഡിസ്ക്രിപ്റ്റീവ് അല്ല, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നീതി ആയോഗ് പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ ഷേപ്പിംഗ് പോഷൻ അഭിയാൻ എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കുക, യെസ്, അത് റൈറ്റ് ആണ്, റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീതി ആയോഗ് പോഷൻ അഭിയാനിൽ ക്രിട്ടിക്കൽ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ജൻ ആന്തോളൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്. പീപ്പിൾ, അതായത് ആളുകളെയും കൂടിയിട്ട് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള പ്രോഗ്രാംസ് ആണ് എന്തിൽ നടക്കുന്നത്? പോഷൻ അഭിയാനിൽ നടക്കുന്നത്. ജൻ ആന്തോളൻ എന്നാണ് പറയുന്നത്. നമ്മുടെ IEC എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, BCC എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ന്യൂട്രീഷണൽ പ്രാക്ടീസസ് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയർ മാറാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പോഷൻ പക്വാഡ, പോഷൻ മാഹ്, പോഷൻ വാടികാസ്, അതുപോലെ തന്നെ പോഷൻ ട്രാക്കർ, ഇതെല്ലാം എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്? പോഷൻ അഭിയാനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പോഷൻ പക്വാഡ എന്ന് പറഞ്ഞിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് പ്രോഗ്രാം, ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് പ്രോഗ്രാം നടക്കുന്നത് ഏത് മാസമാണെന്ന് ചോദിച്ചാൽ അത് മാർച്ച് ഏപ്രിലാണ്. അത് മാർച്ച് ഏപ്രിലിനാണ് കൊടുത്തിരിക്കുന്നത്. മാർച്ചിലാണ് മെയിൻലി നടക്കുന്നത്. ഇനിയിപ്പോ ഓപ്ഷനിൽ മാർച്ച് ഏപ്രിൽ എന്ന് കൊടുത്താലും മാർച്ച് ഏപ്രിലിനാക്കാം, അതല്ല മാർച്ച് എന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ യുക്തിപൂർവമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പോഷൻ മാഹ്, അത് ഇപ്പൊ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിലാണ് പോഷൻ മാഹ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ആണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ അല്ല, നറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ വുമണിനെ ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതില് മെയിൻലി നടക്കുന്നത്. ഓക്കെ, അപ്പോ പോഷൻ മാഹ് നടക്കുന്ന മന്ത് ഏതാന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ മാസമാണ്. പോഷൻ പക്വാഡ നടക്കുന്നത് മാർച്ചിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഈ പോഷൻ മാഹിന്റെ സമയത്തൊക്കെ ഇല്ലേ, ഇപ്പൊ നിങ്ങൾ അംഗൻവാടിയിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും, അവരിങ്ങനെ ഈ പലതരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എക്സിബിഷൻസ്, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യും. ഞാൻ മുന്നേ വർക്ക് ചെയ്ത ടൈമിൽ നമ്മളിങ്ങനെ അംഗൻവാടിയിലൊക്കെ ഈ ഒരു പോഷൻ മാഹിന്റെ സമയത്ത് പോകുമായിരുന്നേ. അപ്പൊ അവരിങ്ങനെ ഫുഡൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ അമൃതം പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുക, ഉപ്പുമാവ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ അമ്മമാരെ കൊണ്ട്, അല്ലെങ്കിൽ പ്രഗ്നന്റ് വിമൻ മീൻസ് അവരൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവരുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുറച്ചും കൂടി പ്രൊമിനന്റ് ആയിട്ട് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പോഷൻ വാട്ടിക്കാസ് എന്നാണ്. പോഷൻ വാട്ടിക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രി ഗാർഡൻ ആണ്, കിച്ചൺ ഗാർഡൻ ആണ്. അംഗൻവാടി, ഇപ്പൊ ചില അംഗൻവാടിക്കൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഇങ്ങനെ സ്പേസ് ഉണ്ടാവും
എന്താണ് ഇത് കിച്ചൺ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഓൾറെഡി ഉണ്ടാകും. പക്ഷെ ചിലവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിലുള്ള സ്കൂൾസ്, ഗ്രാമപഞ്ചായത്തിലൊക്കെ എന്താണ് ഇതേപോലെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി അവര് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അവിടെയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇതും പോഷൻ വാട്ടികാസ് എന്ന് പറഞ്ഞാലും പോഷൻ അഭിയാനായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നതാണെന്ന് ആലോചിക്കുക. ദെൻ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോ അംഗൻവാടി വർക്കേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ജോലിഭാരം കുറച്ചും കൂടി കുറഞ്ഞേക്കുവാണ്. കാരണം അവർക്ക് ഇത് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവര്. ഇപ്പം ഈ സ്റ്റണ്ടിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ഗ്രോത്ത് മോണിറ്ററിംഗ് ഒക്കെ അംഗൻവാടി സർവീസസ് വഴി നടക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഒക്കെ ഗ്രോത്ത് അല്ലെങ്കിൽ അമ്മമാരുടെ വെയിറ്റ് ഇതെല്ലാം പക്കയായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും മിസ്സാവുന്നില്ല. ഇപ്പം ഒരാളെ എൻറോൾ ചെയ്ത് ആധാർ വെരിഫൈഡ് ആയിട്ടാണ് എൻറോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുകയാണ്. ഇപ്പോ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആ ഒരു പ്രോഗ്രാമിലൊക്കെ ആണെങ്കിലും എത്ര കാശ് വന്നു, എപ്പോഴാണ് നെക്സ്റ്റ് വരുന്നത്, എല്ലാം അപ്ഡേറ്റഡ് ആണ് ഈ ഒരു പോഷൻ ട്രാക്കറിൽ. അതുപോലെ സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും അണ്ടർ വെയിറ്റും ഒക്കെ ഇതിലാണ് നോക്കുന്നത്. ഈ പറയുന്ന ടേക്ക് ഹോം റേഷൻ എത്ര കൊടുത്തു, എത്ര കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ ഒരു പോഷൻ ട്രാക്കർ വഴിയാണ്. അപ്പം അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് ആലോചിക്കാലോ. അതെന്നാ ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 1 മാർച്ച് 2021 അപ്പൊ ഓൾറെഡി 2018 പ്രോഗ്രാം വന്നതാണ്. പക്ഷെ പോഷൻ ട്രാക്കർ എന്നാണ് വന്നത്? 1 മാർച്ച് 2021. അപ്പൊ ഈ ഒരു ഇതില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതെന്ന് പറയാന് 8 മാർച്ച് 2018 എന്ന് പറഞ്ഞ ഇത് ഓർമ്മയിലിരിക്കുക. അതുപോലെ തന്നെ രാജസ്ഥാൻ ലാണ് വന്നത് എന്നുള്ളത് ആലോചിക്കുക. നീതി ആയോഗിന് റോൾ ഉണ്ടെന്ന് ആലോചിക്കുക. ജൻ ആന്തോളൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? പോഷൻ പക്വാഡ ആണെങ്കിൽ മാർച്ചിലാണ്, പോഷൻ മാഹ് ആണെങ്കിൽ സെപ്റ്റംബറിലാണ്, പോഷൻ ട്രാക്കർ വന്നത് 1 മാർച്ച് 2021. ദെൻ വന്നിട്ടുള്ളത് പോഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് നമുക്ക് 14408. അവിടെയും ഒരു 8 ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പം ഒരു 8 സെപ്റ്റംബർ, മാർച്ച് ഇതൊക്കെ നമുക്ക് പോഷൻ അഭിയാനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഇതെങ്ങനെയാ വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. ഓക്കെ, സെൻട്രലി സ്പോൺസേർഡ് സ്കീം തന്നെയാണ്. ICDS ആണെങ്കിൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. പോഷൻ അഭിയാനും അങ്ങനെ തന്നെ. അപ്പം കേരളത്തിൽ ഇതിനെ പറയുന്ന സമ്പുഷ്ട കേരളം എന്നുള്ളൊരു ടാഗ് ലൈനിലാണ്. സമ്പുഷ്ട കേരളം എന്തായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ പോഷൻ അഭിയാനായിട്ട് ബന്ധപ്പെട്ടാണ്. ബാക്കി എല്ലാ പോയിന്റ്സും സിമിലർ ആണ്. പക്ഷെ ഇതില് നമ്മുടെ ടാർജറ്റ് ഉണ്ടല്ലോ, ടാർജറ്റിൽ നോക്കിയേ അവിടെ നമുക്ക് 2-3% അനീമിയ ആയിരുന്നു കുറയ്ക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ സ്റ്റണ്ടിങ് നമ്മൾ 6% കുറയ്ക്കണം, ലോ ബർത്ത് വെയിറ്റ് 6% കുറയ്ക്കണം, അനീമിയ 6 to 59 മന്ത്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 6%, അനീമിയൻ വുമൺ ആൻഡ് അഡോൾസെന്റ് ഗേൾസ് ആണെങ്കിൽ 9% കുറയ്ക്കണം, അണ്ടർ ന്യൂട്രീഷൻ 6%. അപ്പൊ അവിടെ 2 and 3 ആയിരുന്നു, ഇവിടെ 6 and 9 ആയിരിക്കണം. അപ്പം ഈ സമ്പുഷ്ട കേരളം എന്നൊക്കെ എടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കേരള കോണ്ടസ്റ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതിന് മുന്നത്തെ കാര്യം, അതായത് ഇന്ത്യൻ കോണ്ടസ്റ്റിലാ ചോദിക്കണമെങ്കിൽ, നാഷണലി ചോദിക്കുകയാണെങ്കിൽ 2 and 3 ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം, ലാസ്റ്റ് സ്കീമിലേക്ക് പോകാം. ഇത് സെൻട്രലി സ്പോൺസേർഡ് കാവൽ ആൻഡ് കാവൽ പ്ലസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉള്ള സ്കീമുകളാണ്. കാവൽ ആൻഡ് കാവൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം JJB നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുന്നേ, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അത് പ്രകാരം കുട്ടികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയും ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനും, രണ്ട് രീതിയിൽ കുട്ടികളെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ കാവൽ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ് ആദ്യം വന്നത്. ദെൻ ആയിരിക്കുമല്ലോ കാവൽ പ്ലസ് എന്നുള്ള നെയിം കേൾക്കുമ്പോൾ തന്നെ അറിയാം കാവൽ പ്ലസ് ദെൻ വന്നതാണ്. ഓക്കെ, രണ്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ കാവലില് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ,
അതിലുള്ള കോൺഫ്ലിക്ട് വിത്ത് ലോ ഉള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതെന്നാണ് വന്നത്? 2015 കാവൽ പ്രൊജക്ട് വന്നത്. ഓക്കെ, 2015 അതൊരു എക്സ്പെരിമെന്റൽ ബേസ്ഡില് അല്ലെങ്കിൽ പൈലറ്റ് ആയിട്ട് തന്നെയാണ് അതും വന്നത്. ആദ്യം 3 ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പൈലറ്റ് പ്രൊജക്ട് നടത്തി നോക്കിയത്: ട്രിവാൻഡ്രം, പാലക്കാട് ആൻഡ് കോഴിക്കോട്. ഓക്കെ, ദെൻ 2 ഫേസും കൂടി വന്നു. അപ്പൊ ടോട്ടലി 3 ഫേസസിലാണ് നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുക. ഇത് ഫസ്റ്റ് വന്നതായിരിക്കണമല്ലോ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടിട്ടാണ് ഇത് മാത്രം എഴുതിയിട്ടുള്ളത്. ട്രിവാൻഡ്രം, പാലക്കാട് ആൻഡ് കോഴിക്കോടിലാണ് വന്നിട്ടുള്ളത്. 2015 വന്നിട്ടുള്ളത്. ആലോചിക്കുക. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ സ്കീമുകളും എന്താണ്? ഒന്നിക്കും മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് സെൻട്രലി സ്പോൺസർ ചെയ്യുന്ന സ്കീമാണ്. കാവൽ ആൻഡ് കാവൽ പ്ലസ് എങ്ങനെ സ്പോൺസർ ചെയ്യുന്നതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്പോൺസർ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, ബാംഗ്ലൂർ. അപ്പം നിംഹാൻസ് എന്നാണ് പറയുന്നത്. ഇപ്പം സൈക്കോളജി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പഠിച്ചവർക്ക് ഓൾറെഡി അറിയുന്ന ഇതാണ് നിംഹാൻസ് എന്ന് പറഞ്ഞാൽ. അത്രയും അധികം നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിംഹാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഇതില്, അല്ലെങ്കിൽ കാവൽ ആൻഡ് കാവൽ പ്ലസിന്റെ ഇംപ്ലിമെന്റേഷനിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സൈക്കോ സോഷ്യൽ കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം കുട്ടികൾ കുറ്റം ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ക്രിമിനൽ ഒഫൻസിലേക്കൊക്കെ വരുന്നതിന്റെ മെയിൻ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് അവരുടെ എന്താ പറയാ വീട്ടുകാര്, ആ ഒരു ചുറ്റുപാട്, അതിനെയൊക്കെയാണ് നമ്മൾ മെയിൻലി ബ്ലെയിം ചെയ്യാറ്, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണെന്ന് നമ്മൾ പല സ്റ്റഡീസും പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു സ്റ്റോപ്പേജ് വരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കോ സോഷ്യൽ കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻലി സൈക്കോ സോഷ്യൽ കെയർ ഫോർ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ആണ് കാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അവരെ നമ്മള് എന്താ വൺസ് ഒരു ക്രിമിനൽ ഇതില് അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാന്ന് മാത്രമല്ലല്ലോ, അതിനു മുന്നേ തന്നെ എന്താണ് പ്രിവെന്റ് ചെയ്യുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ട് ഈ ഒരു കാവൽ പ്രൊജക്ടിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം കാവൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ICDS എങ്ങനെയായിരുന്നു പറഞ്ഞ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് പ്രോഗ്രാം ആയിട്ടാണ് പറഞ്ഞത്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം ആണ്. അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ അതുപോലെ തന്നെ സോഷ്യൽ റീഇന്റഗ്രേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോ സോഷ്യലി ഒരു ഇന്റർവെൻഷൻ കൊടുക്കുകയാണ്. ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഇന്റർവെൻഷൻ പ്രോഗ്രാം തന്നെയാണ്. ഓക്കെ, 3 ലെവലിലാണ് മെയിൻലി നമ്മൾ നോക്കുന്നത്: ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ്. നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതാണെങ്കിൽ അവരെ അത് ക്യൂർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതല്ല മീൻസ് അത്തരം സിറ്റുവേഷനിൽ കൂടെ പോകും എന്ന് തോന്നുന്നവരെ നമ്മൾ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. ഇത്തരമൊരു ആക്ടിവിറ്റീസ് ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ കുറച്ചും കൂടി എങ്ങനത്തെ ലെവലിലാണ് നടക്കുന്നത്? ഇൻഡിവിജ്വൽ ലെവലില്, ദെൻ ഫാമിലി, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ പുതിയ പ്രോഗ്രാം പോളിസീസ് ഒക്കെ നടത്തിക്കൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിപ്പോരുന്നത് കാവലില്. മെയിൻലി ഇത് നടക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, അതുപോലെ തന്നെ ലീഗൽ ലോ എൻഫോഴ്സ്മെന്റ് ബോഡീസ് വഴി, കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, പിന്നെ നമ്മുടെ പഞ്ചായത്ത് പോലുള്ള സിസ്റ്റംസ് വഴി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് വഴിയൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിപ്പോരുന്നത്. ഇനി ഒരു ഡിസ്ട്രിക്ട് ലെവൽ ടീമിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് DCPU എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ. അദ്ദേഹം ആയിരിക്കും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്, പിന്നെ ഒബ്സർവേഷൻ ഹോം അല്ലെങ്കിൽ JJBയിലെ കൗൺസിലേഴ്സ്, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, കേസ് വർക്കേഴ്സ്
ഒക്കെ ഈ ഒരു ടീമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള എല്ലാ സർവീസസും കിട്ടാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കും സയന്റിഫിക്കുമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കാവൽ എന്ന് പറഞ്ഞ കാവൽ ആയിക്കോട്ടെ, കാവൽ പ്ലസ് ആയിക്കോട്ടെ, രണ്ട് പ്രോജക്റ്റുകളും. ഓക്കെ, മെയിൻലി ഇത് നടക്കുന്നത് ഈ ഒരു DCPO വഴി അങ്ങനെയല്ല നടക്കുന്നത്. ഒരു NGOനെ നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ തെരഞ്ഞെടുത്തിട്ട് ആ NGOs വഴിയാണ് ഈ പറയുന്ന രണ്ട് പ്രോഗ്രാംസും റൺ ചെയ്യുന്നത്. അപ്പൊ ഇന്റർവെൻഷൻ നടക്കുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ NGOs വഴിയാണ്. NGOസിന് പക്ക അതിനകത്ത് റോളുണ്ട്. ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കാവൽ പ്ലസിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സോഷ്യൽ കെയർ ആണ് നോക്കുന്നത്, ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതുമാതിരി തന്നെ സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള കുട്ടികളുടെ, സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള മക്കളുടെ. അപ്പൊ രണ്ട് കാറ്റഗറി ഉള്ളത്, ചിൽഡ്രൻ ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ദ സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ അബ്യൂസ്. പിന്നെ പ്രോഗ്രാം എന്നാ വന്നിട്ടുള്ളത് 2020. അപ്പൊ കാവൽ വന്നത് എന്നാണ് 2015 അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് കാവൽ പ്ലസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വന്നത് 2 ഡിസ്ട്രിക്റ്റാണ്. അപ്പം ട്രിവാൻഡ്രം ആൻഡ് പാലക്കാടിനെ മാത്രമേ നമ്മൾ പൈലറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്, ദെൻ ആണ് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോ അവിടെ കാവലായിരുന്നെങ്കിൽ എന്തായിരുന്നു, ട്രിവാൻഡ്രം, പാലക്കാട് ആൻഡ് കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും 2 ഡിസ്ട്രിക്റ്റ് ആണ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ആലോചിക്കുക. 2015 കാവല് വന്നത്, ഇവിടെ 2020 വന്നത്. ഈ ഒരു പ്രൊജക്റ്റും എന്താണ്, ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തന്നെ വന്നിട്ടുള്ളതാണ്. അതുവഴി തന്നെയാണ് പ്രവർത്തിക്കുന്നതും. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് നീഡുണ്ട്, അപ്പം അവരെ നമ്മൾ എന്താ വേരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നായിട്ട് നമ്മൾ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കെയറും സപ്പോർട്ട് എല്ലാം കൊടുക്കുകയാണ്. ഇവിടെ മെയിൻലി ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ അവിടെ ഒരു വലിയ കാര്യം ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓരോ കുട്ടികൾക്കും വേണ്ടത് എന്താണ്, അവരുടെ നീഡ് അനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം വിസിറ്റ്, സൈക്കോ സോഷ്യൽ അസസ്മെന്റ്, കൗൺസിലിംഗ്, ഗ്രൂപ്പ് വർക്ക്, സ്കിൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, പാരന്റ്സിന് മാനേജ്മെന്റ് ട്രെയിനിങ്സ്, അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസ് കാവൽ പ്ലസ് വഴി നടക്കുന്നുണ്ട്. കാവൽ പ്ലസ് എന്തിനു വേണ്ടിയിട്ടാണ്, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ അബ്യൂസ്, അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2020 വന്നിട്ടുള്ളത്. ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, മെയിൻലി പോലീസോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും നമുക്ക് പിന്നെ ഈ ഒരു കുട്ടികളെ കാണിച്ചു തരുന്നത്. അവർ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോമുകളിലേക്കൊക്കെ വരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, അവരുടെ സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ, ഹെൽത്ത് റിലേറ്റഡ്, അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അവരെ പഠിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാവൽ പ്ലസ് വഴിയാണ് നടക്കുന്നത്. ഇവിടെ NGO ത്രൂ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ മെയിൻലി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്ന് നോക്കിയത് ICDS, അതുപോലെ തന്നെ കാവൽ പ്ലസ് പോഷൻ അഭിയാനാണ്. അപ്പം ഇതിൽ ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് സെഷൻ എടുത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്.